നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായി. ഒളിവിൽ പോകാനുള്ള നീക്കം തകർത്താണ് വയനാട് മേപ്പാടിയിലെ 1000 ഏക്കർ എസ്റ്റേറ്റിന് സമീപത്തു നിന്ന് കൊച്ചി പോലീസും വയനാട് എസ്പിയുടെ പ്രത്യേക സ്ക്വാഡും ചേർന്ന് ബോബി ചെമ്മണ്ണൂരിനെ അതിവേഗം കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചു. പോലീസ് നടപടി വലിയ ആശ്വാസമെന്ന് നടി ഹണി റോസ് 24നോട് പറഞ്ഞു. ഒരു ചെറിയ വിഷയമല്ല നമ്മൾ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഞാൻ തന്നെ ഒരു കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിൽ എന്നെ തള്ളിവിട്ട അതിൽ മെയിൻ ഒരു റീസൺ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പം അറസ്റ്റിലായേക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹ്യൂജ് ഒരു റിലീഫാണ് ഇപ്പൊ കിട്ടുന്നത്. ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ഒരു അനുവാദം ചോദിച്ചിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൾ, എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും പെട്ടെന്ന് അതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് തന്നെ ഇതിന്റെ പുറകിലുണ്ടാവും. യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. കോയമ്പത്തൂരിലെ ഷോറൂം ഉദ്ഘാടനത്തിന് ബോബി ചെമ്മണ്ണൂർ എത്താനിരിക്കെയാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, ബോബി ചെമ്മണ്ണൂർ ഒരുപക്ഷെ ഒളിവിൽ പോകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാകാം. അവിടെ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് 1000 ഏക്കർ. അവിടെ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ഒരു നീക്കം നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ പോലീസ് വളരെ ചടുലമായി ഒരു ഇടപെടൽ നടത്തിയത് കൊണ്ട് അതിനൊന്നും അവസരം ലഭിക്കാതെ കസ്റ്റഡിയിലായിരിക്കുന്നു. എങ്ങനെയാണ് ഈ നാടകീയ കസ്റ്റഡിയും തുടർ നടപടികളും, അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, വളരെ ഈ പരാതി ലഭിച്ചതിന്റെ തൊട്ട് പിന്നാലെ തന്നെ അതിവേഗത്തിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കൊച്ചി പോലീസ് ഇദ്ദേഹം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വയനാട്ടിലേക്ക് എത്തുകയായിരുന്നു. കൊച്ചി പോലീസും അതോടൊപ്പം തന്നെ എസ്പിയുടെ സ്ക്വാഡും, വയനാട് എസ്പിയുടെ സ്ക്വാഡും ചേർന്നാണ് 1000 ഏക്കറിലേക്ക് ഇന്ന് രാവിലെ എത്തിയത്. ഇതിനുശേഷം ഇന്ന് 10 മണിയോടുകൂടിയാണ് 1000 ഏക്കറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയുള്ള തേയിലത്തോട്ടമാണ് 1000 ഏക്കർ എന്ന് പറയുന്നത്. അവിടെ ഒരു റിസോർട്ടുണ്ട്. അതിനകത്തായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത്. ബോബി ചെമ്മണ്ണൂർ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തു. നേരെ കൊണ്ടുവന്നത് പുത്തൂർ വയലിലെ AR ക്യാമ്പിലേക്കാണ്. പോലീസ് ക്യാമ്പാണത്. അവിടേക്ക് നേരെ കൊണ്ടുവന്ന ശേഷം അല്പസമയം പുത്തൂർ AR ക്യാമ്പിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ നേരെ പിന്നീട് കൊണ്ടുപോയത് ഇപ്പോൾ കൊച്ചിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കൊച്ചിയിലേക്ക് പോകുന്ന വഴിയാണ്. ഒപ്പമുള്ളത് കൊച്ചി പോലീസാണ്. ഇങ്ങനെയാണ് നേരത്തെ ഇവിടെ നിന്നും എങ്ങോട്ടോ പോകാനുള്ള ഒരു നീക്കമാണ് നടന്നിരുന്നത്. ആ പോകാനുള്ള നീക്കത്തിനിടയിലാണ് ഇത്തരത്തിലൊരു കസ്റ്റഡി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ പരാതി ലഭിച്ചതിന്റെ പിന്നാലെ തൊട്ടടുത്ത ദിവസം തന്നെ വേഗത്തിൽ തന്നെ നടപടി വേഗത്തിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് നിലവിൽ കൊച്ചിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിജയകുമാർ. സുർജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നാടകീയ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പരാതി ലഭിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസ് ഇടപെടൽ നടത്തുകയും അവിടെ നിന്ന് മാറുന്നതിന് ബോബിക്ക് അവസരം ലഭിച്ചതുമില്ല. അത് വളരെ നാടകീയമായി തന്നെ പോലീസ് ഇടപെട്ടു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ കൊണ്ടുവന്ന ശേഷമായിരിക്കും അറസ്റ്റ്, കോടതിയിൽ ഹാജരാക്കൽ തുടങ്ങിയ നിയമപരമായി പാലിക്കേണ്ട നടപടികൾ ഉണ്ടാവുക. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അന്വേഷണത്തിനൊരു പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ടല്ലോ. വളരെ ഗൗരവത്തിൽ തന്നെ ഈ പരാതിയിൽ ഒരു ഇടപെടൽ കൊച്ചി പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ട് അല്ലേ? വിജയകുമാർ, ഗൗരവമായ ഇടപെടൽ, അതായത് പരാതി ലഭിച്ച് 2 മണിക്കൂറിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും 24 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്യുന്ന അസാധാരണമായ നീക്കമാണ് കേരള പോലീസ് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹണി റോസ് മുഖ്യമന്ത്രിയുമായി ഈ വിഷയം സംസാരിച്ചു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയിൽ നിന്നും ചില ഉറപ്പുകൾ ഹണി റോസിന് ലഭിച്ചിരുന്നു. ആ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് പൂർണ്ണ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഹണി റോസ് നൽകിയ പരാതിയിൽ ഈ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വീഡിയോ ക്ലിപ്പുകൾ അടക്കം കൈമാറി. അതുകൊണ്ട് പോലീസിന് മറ്റൊന്നും നോക്കേണ്ടതില്ല. തെളിവുകൾ, ഇതിനോടകം തന്നെ ചില ഡിജിറ്റൽ തെളിവുകൾ, അറസ്റ്റിലേക്ക് അടക്കാവുന്ന ഡിജിറ്റൽ തെളിവുകളൊക്കെ ഹണിറോസിന്റെ പക്കൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള നടപടി ഉണ്ടായത്. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച കേസന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ സെൻട്രൽ SI അനൂപ് ചക്കോയുടെ ടീമാണ് വയനാടേക്ക് എത്തിയത്. 4 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിന്റെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ വാഹനം പോലീസ് ജീപ്പ് വട്ടമിട്ട് പിടികൂടുകയായിരുന്നു. ചില
നിർദ്ദേശങ്ങൾ, താൻ സ്വന്തം വാഹനത്തിൽ എറണാകുളത്തേക്ക് വരാം എന്നുള്ള ചില സന്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞില്ല. അതൊന്നും ആവശ്യമില്ല, ഒരു പ്രതിക്ക് ലഭിക്കുന്ന പരിഗണനയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണ് അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിന് നൽകിയ മറുപടി. ആ മറുപടി അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂർ ഇതാ പോലീസ് ജീപ്പിൽ വയനാട് നിന്ന് എറണാകുളത്തേക്ക് വരികയാണ്. ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. 4 മണിയോടുകൂടി കസ്റ്റഡി എടുത്ത പശ്ചാത്തലത്തിൽ 24 മണിക്കൂറാവുന്നതിന് മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വൈകിട്ടോടുകൂടി തന്നെ എത്തുന്ന ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുക ആണോ, അതല്ല എങ്കിൽ നാളെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുകയാണോ അല്ലെങ്കിൽ ഓപ്പൺ കോർട്ടിൽ ഹാജരാക്കുകയാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. അത് ഇങ്ങോട്ടേക്ക് എത്തി ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ള. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരു നടി നൽകിയ ഒരു പരാതിയിൽ ഒരു വ്യവസായ പ്രമുഖൻ, ഒരുപക്ഷെ ലൈംലൈറ്റിലേക്ക് നിൽക്കുന്ന ഒരു വ്യവസായ പ്രമുഖനെതിരെ പോലീസ് ഇത്രയും പെട്ടെന്ന് ഒരു സൈബർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് അടക്കമുള്ള കസ്റ്റഡി അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. ഇതൊരു സന്ദേശം കൂടിയാണ്. നേരത്തെ ഈ ഒളിഞ്ഞും മറഞ്ഞുമെല്ലാം നിന്ന് അശ്ലീല കമന്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ ഇടുന്ന ആളുകൾ സുരക്ഷിതരല്ല, നിങ്ങൾക്ക് മുന്നിലേക്ക്, നിങ്ങൾക്ക് ഒപ്പം അല്ലെങ്കിൽ നിങ്ങളെ പിടികൂടാൻ ഞങ്ങൾ എത്തുമെന്ന് കേരള പോലീസ് നൽകുന്ന സന്ദേശം കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡി. ഒരു 8 മണിയോടുകൂടി തന്നെ അല്ലെങ്കിൽ 7 മണിയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരുമായുള്ള അന്വേഷണ സംഘം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. DCPയുടെ നേതൃത്വത്തിൽ ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഹണിറോസ് നൽകിയ പരാതികൾ അല്ലെങ്കിൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. അതിൽ പ്രധാനമായും തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മെന്റലി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഹരാസ് ചെയ്യുന്നു, തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങളൊക്കെ ആ പരാതിയിലുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യമുണ്ടോ, അക്കാര്യങ്ങളൊക്കെ ബോബിയിൽ നിന്ന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ബോബി മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകിയ മറുപടി കൊണ്ട് പോലീസിന് മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല, കൃത്യമായ മറുപടികൾ നൽകേണ്ടി വരും. കാരണം ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് അടക്കം ചുമത്തിയിട്ടുണ്ട്. BNS 75 പ്രകാരമൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ മറുപടികൾക്കപ്പുറം എന്തെങ്കിലും മറുപടികളോ തെളിവുകളോ ഒക്കെ ഹാജരാക്കാനുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് നോക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം, തുടരന്വേഷണം ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം ഹണിറോസ് ആദ്യം നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് DCP വ്യക്തമാക്കി. അതിൽ വെല്ലുവിളിയായി നിൽക്കുന്നത് ഫേസ്ബുക്കിനോട് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ ഇതുവരെ ഫേസ്ബുക്ക് കൈമാറിയിട്ടില്ല. ആ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്ന ശേഷമായിരിക്കും ആ കേസിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുക. അതിലൊരു 5 അറസ്റ്റുകൾ കൂടി ഉടനടി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരള പോലീസിന്റെ ഈ നീക്കത്തെ എടുത്തു പറയേണ്ടതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലിനെ കൂടി എടുത്തു പറയേണ്ടതാണ്. അതായത് എന്തും ചെയ്യാം, സൈബർ ഇടങ്ങളിലെ സ്ത്രീകൾ അല്ലെങ്കിൽ അവർക്കെതിരെ ഈ സെലിബ്രിറ്റികളായ സ്ത്രീകൾക്കെതിരെയൊക്കെ എന്തും വിളിച്ചു പറയാം, ഈ സൈബർ ഇടത്തിൽ നിങ്ങൾക്ക് ഒളിഞ്ഞിരുന്ന് എന്തും പറയാം എന്ന് ധൈര്യത്തോടെ വിചാരിക്കുന്ന ആളുകൾക്കുള്ള മറുപടി കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കസ്റ്റഡി. അയാൾ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു 8 മണിയോടുകൂടി തന്നെ ഇങ്ങോട്ടേക്ക് വിഷ്ണു, ഈ ഒരുപക്ഷെ പോലീസ് സമയത്ത് അവിടെ എത്തിയിരുന്നില്ല എങ്കിൽ മേപ്പാടിയിലെ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള 1000 ഏക്കർ എന്ന് പറയുന്ന ഒരു റിസോർട്ട് മാതിരിയുള്ള ഒരു സ്ഥലം, അവിടെ ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നു. പോലീസ് അവിടെ എത്താൻ വൈകിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ വളരെ ചടുലമായ നീക്കം നടത്തിയിരുന്നില്ലെങ്കിൽ ബോബി അവിടെ നിന്ന് പോകും. ഇപ്പോൾ കോയമ്പത്തൂരിൽ എന്തോ ഒരു ഷോറൂം ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നു, അപ്പോൾ അതിലേക്കൊക്കെ പോയേക്കാമായിരുന്നു. അപ്പോൾ അറസ്റ്റ് എന്നത് അനിവാര്യമാണ്, അതൊട്ടും വൈകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം പോലീസിൽ നിന്ന് അല്ലെങ്കിൽ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന്, പോലീസിന്റെ തന്നെ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു പരാതി ലഭിച്ചാൽ പോലീസ് നടത്തുന്നതിനേക്കാൾ വേഗത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് ഉറപ്പായി നമുക്ക് പറയാൻ കഴിയും, അല്ലേ? വിജയകുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് ഇടപെട്ടു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഡയറക്റ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹണിറോസുമായി സംസാരിച്ച ശേഷം അദ്ദേഹം ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്ര പെട്ടെന്ന് അറസ്റ്റിലേക്ക് കടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അത് ഉറപ്പിച്ച് പറയാനാകും. ഇനിയിപ്പോ അന്വേഷണ സംഘം ഒരല്പം വൈകി വയനാട് എത്തുന്ന ഘട്ടത്തിൽ ബോബി അവിടെ നിന്ന് പോയി, ബോബി കോയമ്പത്തൂരിലേക്ക് പോയിരുന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ബംഗളൂരുവിലേക്ക് പോയിരുന്നെങ്കിൽ പോലും ബോബിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കേരള പോലീസ് തീരുമാനിച്ച കാര്യമാണ്. അതിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ലായിരുന്നു. എവിടെ പോയിട്ടായിരുന്നെങ്കിലും ബോബിയെ കസ്റ്റഡിയിൽ എടുത്താൻ കേരള പോലീസ്, അതിലൊരു തർക്കവുമില്ല. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി കേരള പോലീസിന് ലഭ്യമായിട്ടുണ്ട്. സെൻട്രൽ CI അനീഷ് ജോയ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം DCP ഓഫീസിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. DCPയും SCPയുമൊക്കെ ചർച്ചയുണ്ട്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയൊക്കെ വരികയുള്ളൂ. ഇത് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡി എന്നുള്ളത് കേരള പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉറപ്പിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും ചടുലമായ ഒരു നീക്കം നടത്തിയത്. വൈകിട്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു. 4 മണിയോടുകൂടി ആ എസ്റ്റേറ്റ് ലൊക്കേറ്റ് ചെയ്തു അവിടെ എത്തി. ബോബി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ ബോബിയുടെ വാഹനം കൃത്യമായി
ലൊക്കേറ്റ് ചെയ്ത് ബോബിയെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം ബോബിയുമായി AR ക്യാമ്പിൽ പോയി ഇതാ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. ബോബി എങ്ങോട്ടേക്കാണ് പോകാൻ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹം അഭിഭാഷകനുമായി സംസാരിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അതിനൊരു സ്പേസും കൊടുക്കാതെയാണ് പോലീസിന്റെ ഇടപെടൽ. സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രതിയെ അങ്ങനെ അറസ്റ്റ് ചെയ്യാറില്ല. പിന്നീട് കോടതി നിർദ്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുക. അതിന് പോലീസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ പല ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് അത്തരത്തിലുള്ള വിമർശന സാധ്യതകളൊന്നും പോലീസ് നൽകുന്നില്ല. അത് അറസ്റ്റിലേക്ക് ഞങ്ങൾ പോകുന്നു, ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും നിയമത്തിന്റെ ഒരു പഴുതും ബോബിക്ക് മുമ്പിൽ ഞങ്ങൾ തുറന്നിടുന്നില്ല, ബോബിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, ആ അറസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോബിയുമായി തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്നുള്ള സംഘം പോയത്. അത് അവർ സാക്ഷാത്കരിച്ച് അല്ലെങ്കിൽ ശരി വിഷ്ണു തുടരുക. ഇതിൽ ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്.